ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ് ഈ ഒരു ദിവസങ്ങളായിട്ടുണ്ടാവും ഞാൻ ഈ ഒരു ഇൻട്രോ പറഞ്ഞിട്ട് ഒന്നുകൂടി പറയാം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഗൈസ് ഞാനിപ്പോ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ സിമ്പിൾ, ഒന്നുമില്ല, വെറുതെ. അപ്പൊ ഞാൻ ഇല്ലത് എവിടെയാന്ന് വെച്ചാൽ മണ്ഡ്യ, ആ ഒരു സ്ഥലത്താണ് ഇപ്പൊ ഞാൻ ഇല്ലത്. അപ്പൊ മണ്ഡ്യന്ന് ഏകദേശം 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അത്രേ ഉള്ളൂ. ഈവനിങ് ടൈം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ പോകും. പക്ഷെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. അവിടെ ഉണ്ടാവും പറ്റുന്നുണ്ടായില്ല, എന്താണെന്ന് എനിക്കറിയില്ല. ബട്ട് ഇവിടെ വന്നിട്ട് ഓക്കെ, പുതിയ എൻവയോൺമെന്റ്, അവിടത്തേക്കും ഇവിടത്തേക്കും കുറെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിങ് ഒക്കെ സെറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ വ്ളോഗിങ് തുടങ്ങിയതാണ്. കുറെ അങ്ങനെ ദിവസങ്ങളായിട്ടുണ്ടാവും ഞാൻ വ്ളോഗ് ഒന്നും ഇടാതെ. അതിൻ്റെ ഒരു ഫ്ലോ തെറ്റിയിട്ടുണ്ടാവും. ഓഫ്കോഴ്സ് എനിക്കറിയാം, ആ ഒരു ഫ്ലോ എൻ്റെ കയ്യിലില്ല. കുറച്ച് നല്ലോണം എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ ഞാനിപ്പോ ഒരു ഫുട്പാത്ത് കൂടെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ പോകുന്നതിൻ്റെ വഴിയുടെ ആ ഒരു ഇത് കാണിച്ചിട്ടാ, സൺസെറ്റ് ചെറുതായിട്ട് ആയിക്കോട്ടുണ്ട്. ആ ഒരു സൺസെറ്റിൻ്റെ ആയിരുന്നു ഇതെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കണ്ടിട്ട് വരും. അടിപൊളിയായിട്ടുള്ള ഒരു സൺസെറ്റ് അവിടെ ആയിക്കൊണ്ടുണ്ട്. ഈ ഒരു വലിയൊരു ഹൈവേയില് അങ്ങനെ നിങ്ങളവിടെ സംസാരിച്ചുകൊണ്ട് നടക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു മൂമെന്റ്. അടിപൊളിയായിട്ടില്ല, ബട്ട് ഇതൊരു രസമല്ലേ. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ആ ഒരു ലൈറ്റ് എൻ്റെ ഫേസിലേക്ക് അടിക്കുന്ന ആ ഒരു ഇത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഇപ്പൊ ഇതെങ്ങോട്ടാ നടന്നിട്ട് പോകുന്നത്. ഞാൻ ഏകദേശം 3 കിലോമീറ്റർ നടക്കണം. ഇപ്പൊ 9 റുപ്പീസിന്റെ ഒരു ജ്യൂസ് കുടിക്കാൻ. മെനിഞ്ഞാന്ന് ഞാൻ ഒരു ബാഡ്മിന്റൺ ഇൻഡോർ കോർട്ടും സെർച്ച് ചെയ്ത് ഈ സൈഡ് കൂടെ വരുമ്പോൾ അവിടെ വലിയൊരു ബോർഡ് ഉണ്ടായി, 9 റുപ്പീസിന് ജ്യൂസ് കിട്ടുമെന്ന്. അപ്പോൾ അത് ഞാൻ ട്രൈ ആക്കി. അപ്പോൾ അതും ട്രൈ ആക്കിയപ്പോൾ പിറ്റേ ദിവസം തോന്നി അങ്ങോട്ട് പോയാലോ, അതായത് ഇന്നലെ. അപ്പോൾ ഇന്നലെ പോകാൻ പറ്റിയിട്ടില്ല. എനിക്ക് ശരിക്കും പറയണെങ്കിൽ ഇന്നൊക്കെ ഭയങ്കര ഒരു ഇതായി, ജലദോഷവും ഭയങ്കര ടയർഡ്നെസ്. ഇന്നലെ ടാബ്ലറ്റ് എടുത്തുകൊണ്ടാണ് ഇന്ന് കുറച്ച് ഞാൻ അടിച്ച് നടക്കുന്ന ആ ഒരു ഇതിൽ വന്ന് അറിയാതിരിക്കും. നമുക്ക് ഭയങ്കര ജലദോഷവും പനിയതല്ല, ജലദോഷവും ചുമയൊക്കെ. എന്തിനാന്നറിയില്ല, ബ്ലോഗ് ഓണാക്കുന്നതിനേക്കാൾ മുന്നേ ഭയങ്കര ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ബട്ട് ഇപ്പോ ഒരു ചുമ വരുന്നില്ല. വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് എന്തായാലും കാണിക്കുന്നതായിരിക്കും. ഇനി ഏകദേശം 2 കിലോമീറ്റർ ഉണ്ടാവും. എങ്ങനെ പോയാലും 1 കിലോമീറ്റർ ഞങ്ങൾ നടന്നിട്ടുണ്ടാവും. ഇനിയും 2 കിലോമീറ്റർ നടക്കാണ്ട്. അതും കൂടെ നടന്നിട്ട് പോയി ജ്യൂസ് കുടിച്ചിട്ട് അവിടെ നിന്ന് നമുക്ക് അങ്ങനെ ഇങ്ങോട്ട് റിട്ടേൺ വരാം. സിമ്പിൾ, 9 റുപ്പീസിന് ജ്യൂസ് കുടിക്കുക, വരിക, അത്രേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി. കാണാൻ പറ്റുന്നുണ്ടോ? അടിപൊളിയല്ലേ? ഓക്കെ, ഇതിപ്പോ ഞാൻ മെഡിക്കൽ ഷോപ്പ് തിരഞ്ഞോട് വന്നതാണ്. ബട്ട് മെഡിക്കൽ ഷോപ്പ് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ ഫ്രണ്ടിലാണ് ഇങ്ങോട്ട് നോക്കട്ടെ. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഒന്ന് ഓണാക്കിയത്. ഇനിയിപ്പോ ഞാൻ അവിടെ പോയിട്ട് അടുത്തുനിന്ന് ആ ഒരു ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ കണ്ടോ, ഇവിടെ ഏകദേശം ഇതുപോലത്തെ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ. ഇപ്പോ ജോബിന് പോകുന്നവരായിക്കോട്ടെ, പഠിക്കാൻ വന്നവരായിക്കോട്ടെ, ഇനിയിപ്പോ പിന്നെ ബിസിനസ് ചെയ്യുന്നവരും കൂടെ ആയിക്കോട്ടെ, ഏകദേശം എല്ലാവരും കഴിക്കുന്നത് രാവിലത്തെ നാസ്റ്റ, അല്ലെങ്കിൽ ഉച്ചകത്തെ ചോറായിക്കോട്ടെ, ലഞ്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നൈറ്റത്തെ ഫുഡ് ആയിക്കോട്ടെ, എല്ലാം കഴിക്കുന്നത് ഇതുപോലത്തെ ഒരു സ്ട്രീറ്റ് ഫുഡാണ് കൂടുതലും. ഏകദേശം അങ്ങനെ ചിലപ്പോ ഇപ്പൊ ഞാൻ തന്നെ എക്സാമ്പിളിന് ഞാൻ രാവിലെ ഉച്ചക്ക് കഴിക്കുന്നത് ഇതുപോലത്തെ ഒരു സ്ട്രീറ്റ് ഫുഡിനാണ്. എപ്പോഴും ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ തൊട്ടടുത്ത് അപ്പുറത്തെ ഒരു ക്യാൻറ്റീൻ പോലത്തെ ഇതുണ്ട്. ബട്ട് അധികം ഞങ്ങള് സ്ട്രീറ്റിന് തന്നെ കഴിക്കുക. ബാക്കിയല്ല, ഇവിടെ കൂടുതലും പറയുമ്പോൾ ഈ പാനിപ്പൂരി അങ്ങനത്തെ സാധനത്തിനൊക്കെ ഭയങ്കര ഇതായിരിക്കും. ഞാൻ ഇപ്പൊ ഒരു ഷോപ്പ് കാണിച്ചു, അവിടെ ഭയങ്കര റഷ് ഉണ്ടാവും. ഞാൻ അത് കാണിച്ചു തരാം. നോർമലായിട്ട് പാനിപ്പൂരി ആയിട്ട് ഫ്രൈഡ് റൈസ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര റഷായിരിക്കും ഇവിടെ.
ഇവർക്ക് പിന്നെ ഇവിടുത്തെ അടുത്ത ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലീനിങ്ങിന്റെ കാര്യത്ത് എനിക്ക് ഭയങ്കരമായിട്ടൊരു എന്താ പറഞ്ഞാൽ അത്ര ക്ലീനും കാര്യങ്ങൾ ഒന്നുമില്ല. ഫുട്പാത്ത് ആയിക്കോട്ടെ, ചില സ്ഥലത്ത് ഇവിടുന്ന് ഒരു അത്ര ദൂരം ഓക്കെ നല്ലുണ്ട്, പക്ഷെ ബാക്കിയുള്ള ഇതൊക്കെ ഭയങ്കരമായിട്ട് മോശമായിട്ടാണുള്ളത്. ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇതായി. പിന്നെ എന്താ പറഞ്ഞ മിനിഞ്ഞാന്ന് ഞാൻ നടന്നു വരുമ്പോ ഭയങ്കര സ്മെല്ല്. എന്താ പറഞ്ഞാ ഏതോ നായി എന്തോ റോഡ് ക്രോസ് ആകുമ്പോ അടിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്, അത് അങ്ങനെ കിടക്കുന്നുണ്ടായി, ചീഞ്ഞ് അങ്ങ് എത്തിയിട്ടുണ്ടായി. ഫുഡ് കഴിക്കുന്ന ടൈമിലാണോ ഇത് നിങ്ങൾ കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം ഫുൾ ക്ലീൻ ഇല്ലാതെ അങ്ങനെ കിടക്കുക. പക്ഷെ ഇവിടുത്തെ ആൾക്കാർക്ക് ഒന്നുമല്ല, അവർക്ക് നോർമലായി പോയി. ഇപ്പൊ വന്ന ഈ 2 ആഴ്ചയിലെന്ന് എനിക്കും ഏകദേശം നോർമലാണ്. അതുപോലെ അവര് കൊല്ലങ്ങളായിരുന്നു വന്നിട്ടുണ്ട്, അതുപോലെ അവർക്കും നോർമലായി പോയി. സ്ട്രീറ്റ് ഫുഡ് ഇതല്ല, ഇതിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇനിയും ഏകദേശം കുറെ അങ്ങനെ സ്ട്രീറ്റ് ഫുഡുകൾ കാണാം. ഇവിടെ ഇപ്പൊ ഓപ്പൺ ആയി വരുന്നേ ഉള്ളൂ. ഇനിയിപ്പോ ഓപ്പൺ ആകുമ്പോ നല്ല റഷായിരിക്കും. ഞങ്ങൾക്ക് അവിടുന്ന് ഒരു ഇത് കാണിച്ചിട്ടുണ്ടായി, വലിയ മീൻസ് ഇതെന്താണിത്, വൈദ്യകീയ വിജ്ഞാന സംസ്ഥ. അതെന്താന്ന് കാര്യങ്ങളൊന്നും എനിക്ക് അതിനെപ്പറ്റി അത്ര പേടിയില്ലാത്ത കൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ആക്കുന്നില്ല. കഴിഞ്ഞപ്പോ എനിക്ക് എത്തേണ്ട സ്ഥലം ഏകദേശം ഇനിയും 1 കിലോമീറ്റർ ഉണ്ട്. സുഖമില്ലാത്ത കൊണ്ടാണ് തോന്നുന്നത്, പെട്ടെന്ന് ടയേർഡ് ആവുന്നുണ്ട്. ഞാനൊക്കെ ഭയങ്കര എനർജറ്റിക് നടന്നു ഞാൻ ഇവിടുന്ന് അവിടെ വരെ. പക്ഷെ ഇന്ന് കുറച്ച് ടയർഡ്നെസ് ഫീൽ ആയിക്കൊണ്ട് എന്റെ വോയിസും ചെറുതായിട്ടൊന്ന് മാറിയ പോലെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക്. എനിക്ക് നല്ലോണം തോന്നുന്നുണ്ട്. നിങ്ങളെ അങ്ങനെ ഞാൻ 3 കിലോമീറ്റർ ജ്യൂസിന് വേണ്ടി വന്നപ്പോഴാണ് എനിക്ക് ഈ ഒരു സാധനം പറയാൻ പറഞ്ഞു. ഫൈനലി ഞാൻ മാസ്ക് എൻ്റെ സ്വന്തമാക്കി. ഞാൻ ഏകദേശം എൻ്റെ ഫ്രൂട്ട് ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് ആ ഒരു ഓഫർ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയാം. ഞാനൊന്ന് ഉണ്ടെങ്കിൽ ഞാൻ കുടിക്കുമ്പോൾ എടുത്ത് കാണിച്ചിരുന്നായിരുന്നു. ഫസ്റ്റ് ഒരു ടിക്കറ്റ് പോലെ ഒരു സംഭവമുണ്ട്. അത് 50 രൂപ ഗൂഗിൾ പേ ആക്കിയിട്ട് അവിടുന്ന് ആ സാധനം തരും. അത് അവിടെ കൊണ്ടുപോയി കൊടുത്താൽ മാത്രം നമുക്ക് ആ ഒരു 9 രൂപയുടെ ഇത് കിട്ടും. ഞാൻ അവിടെ പോയി കൊടുത്തിട്ട് കാണിച്ചു. അവിടെ പോയി ടിക്കറ്റ് ഇങ്ങനെ ഒരു ഇതെടുത്താൽ 50 രൂപ ഉള്ളു. അതായത് ഒരു വാട്ടർ മെലൺ. ഇപ്പൊ നമുക്ക് ഈ സാധനം കൊണ്ടുപോയിട്ട് അവര് കൊടുക്കാം. പിന്നെ അതുമാത്രമല്ല, ഇവിടെ ഏകദേശം കുറെ അങ്ങനെ ഫ്രൂട്ട്സ് ഉണ്ട്. കുറെ മൊത്തം വില ഏകദേശം മൊത്തത്തിന് വില കുറവാണ്. അല്ല, ഞങ്ങൾക്ക് ഏതൊക്കെ രീതിക്ക് ഫ്രൂട്ട്സ് ആണോ എല്ലാ ഫ്രൂട്ട്സും ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. കുറഞ്ഞ വിലയും ആയിരിക്കും ഇവിടുത്തെ ഫ്രൂട്ട്സിനൊക്കെ. ഇനിയിപ്പോ നമ്മുടെ ഈ സാധനം കൊടുത്തിട്ട് സത്യം പറഞ്ഞാൽ ഇതിപ്പോ കുടിക്കുമ്പോ എനിക്ക് എൻ്റെ ഒരു ചുമ കൂടാം. ബട്ട് എന്നാലും എനിക്ക് കുടിക്കണം. അങ്ങനെ ഫൈനലി എൻ്റെ ജ്യൂസ് എനിക്ക് കിട്ടി. നോർമല് ഇതിപ്പോ ഇവിടെ വാട്ടർ മെലൺ ഞങ്ങൾ നോർമലായിട്ട് അങ്ങനെ കഴിക്കുന്നത് ആ ഒരു ഫീൽ അത്രേ ഉള്ളൂ. ഇപ്പം ഇതിൽ എക്സ്ട്രാ ഷുഗർ ആയിക്കോട്ടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകൂല. ഞങ്ങൾ നോർമലായിട്ട് ഒരു വാട്ടർ മെലൺ മേടിച്ച് അത് കട്ടാക്കി അങ്ങനെ കഴിക്കുന്ന അതേ ഒരു ഫീൽ തന്നെയാണ് ഈ ഒരു ജ്യൂസിലും ഇല്ലത്. കുടിക്കട്ടെ. ഈ ഒരു വ്ളോഗ് എൻഡ് ചെയ്യാനുള്ളൊരു ടൈമായി. ഇനിയിപ്പോ നാളെ അടുത്ത വ്ളോഗ് വരുന്നത് വരെ
നമുക്ക് ഈ ഒരു ഷോപ്പിലേക്കും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നമുക്ക് നിങ്ങൾക്കും അതുപോലെ ടാറ്റ ബൈ ബൈ. ഇപ്പൊ അടുത്ത വ്ളോഗ് വരുന്നത് വരെ